ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നെയ്യപ്പം ചെയ്യാനായിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് അരി ഒരു 3 മണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിൽ കൂടുതൽ അരി കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പച്ചരിയാണ്. ഈ അരി ഇതുപോലൊരു അരിപ്പയിലിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ശർക്കരപ്പാനിയിൽ വേണം ഈ അരി അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം അരി ഉണ്ടാവും. ഈ അരി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഈ ശർക്കര ഞാൻ 2 കളറുള്ള ശർക്കരയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ 1 കളറുള്ള ശർക്കര ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ ബ്ലാക്ക് കളറുള്ള ശർക്കര ഉപയോഗിക്കാൻ കാരണം നെയ്യപ്പത്തിനൊരു കളർ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നെയ്യപ്പത്തിൽ ഇത്തിരി കളർ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അല്ല നിങ്ങളുടെ കറുത്ത ശർക്കര തന്നെയാണുള്ളതെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അരിക്ക് ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കരയുടെ അളവ് ഒരല്പം മുമ്പോട്ട് നിൽക്കട്ടെ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം. പാനിയാക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് പാനിയാക്കരുത്. കാരണം നമുക്ക് ഈ ശർക്കരപ്പാനിയിലാണ് അരി അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഈ ശർക്കരപ്പാനി മുഴുവൻ നമുക്ക് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നെയ്യപ്പത്തിന് മധുരം കുറവായിരിക്കും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പാനിയാക്കി ഈ പാനി തണുത്തതിന് ശേഷം അതിൽ അരി അരിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പപ്പടമാണ്. ഇത് കേരള പപ്പടമാണ്. നമ്മൾ സാധാരണ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ എടുക്കുന്ന അതേ പപ്പടം. ഈ പപ്പടം ഞാൻ ഈ അരിയുടെ കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഉരുകി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് അരിയിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ശർക്കര കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ പാനിയാക്കി വെച്ച ശർക്കര ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിനി അരി അരയ്ക്കാം. അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ആ അരിയുടെ കൃത്യ ലെവലിൽ അങ്ങ് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. പുളിച്ച് വരുമ്പം ഈ മാവ് കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അരി അരയ്ക്കുമ്പം നല്ല തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെയൊക്കെ തിക്നെസ്സിൽ അരച്ചു വെക്കുക. പുളിക്കുമ്പം കുറച്ചുകൂടി തിക്കായി വന്നോളൂ. അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തരിയോടുകൂടി വേണം ഈ മാവ് അരച്ചെടുക്കാൻ. റവയുടെ അത്രയും വലുപ്പത്തിലുള്ള തരിയല്ല, എന്നാലും ഒരു ചെറിയ തരിയോടുകൂടി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പപ്പടം ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പപ്പടം ചേർക്കുന്നത്. പപ്പടം ചേർത്തെന്ന് വിചാരിച്ചിട്ട് നെയ്യപ്പത്തിന് പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. പപ്പടം ഒരുപാട് ചേർക്കണ്ട. ഞാൻ 2 പപ്പടം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്, ആട്ട. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മൈദയും 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതും ഈ നെയ്യപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സി കറക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കാനാണ് പോകുന്നത്. ഇതൊന്ന് കറക്കിയെടുക്കുവാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ തരിയില്ലാതെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാടിട്ട് അരയ്ക്കണ്ട, ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുവാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കുറച്ച് സമയം ഇരുന്ന് പുളിക്ക് ചെയ്ത് ഇത് ഒന്ന് തിക്കായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള്, നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത്, ഉപ്പ്, ഏലക്കയുടെ പൊടി ഇതൊക്കെ ചേർക്കണം. ഈ മാവ് പുളിച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ പൊടിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ അതുപോലെ തന്നെ നെയ്യപ്പത്തിലുണ്ടാവും. ഈ മാവൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് മാവിൻ്റെ പരുവം. ഓരോ സ്ഥലത്തിൻ്റെയും കാലാവസ്ഥ അനുസരിച്ച് പുളിക്കാനുള്ള സമയം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു 5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ രാവിലെ ഇത് അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ, രാത്രിയിലാണെങ്കിൽ രാവിലെ നമുക്ക് ചുട്ടെടുക്കാം. ആ ഒരു പരുവത്തിൽ. ഇത് ഉണ്ടാക്കാൻ നേരത്തെ എത്ര സമയം പുളിക്കാനായിട്ട് എടുത്തു എന്ന് പറയാം. നെയ്യപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. ഈ മാവ് ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ 4 ഏലക്ക ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം. നെയ്യപ്പം നെയ്യിൽ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും.
ഞാനിപ്പം ഓയിലിലാണ് വറുത്തെടുക്കുന്നത്. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നത് നെയ്യിലാണ്. എന്നിട്ട് ആ നെയ്യോട് കൂടി ഞാൻ ഈ മാവിലേക്ക് ആ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ നെയ്യുടെ ഒരു ഫ്ലേവർ ഈ മാവിന് വരും. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ഈ നെയ്യുടെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീയെ ഓഫ് ചെയ്യുവാണ്. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ബാക്കി ഇത് കളർ മാറിക്കോളും. കുറച്ചുകൂടി തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് ടേസ്റ്റിയാണ്. ഒരുപാട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര നന്നാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിത് വാങ്ങി വെക്കാൻ പോവുകയാണ്. ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഈ നെയ്യോട് കൂടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ്. ഈ തവിക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുത്താണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ കൂട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചതിനേക്കാൾ കുറച്ചുകൂടി മാവ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതൊന്ന് ഷേപ്പായി വരുന്ന സമയമാണ്. അത് തനിയെ മൊരിഞ്ഞതിന് ശേഷം എണ്ണയുടെ മുകളിലേക്ക് ഒന്ന് പൊന്തി വരും. അതുവരെ നമ്മളിതിനെ തൊടേണ്ട ആവശ്യമില്ല. നമ്മളതിനെ മറിച്ചിടാനൊന്നും നോക്കണ്ട. അത് തന്നെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാവും. ഷേപ്പായതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മാവ് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഇത് കളർ ചേഞ്ച് ആയി കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് നെയ്യപ്പം ഫുള്ളായിട്ട് വറുത്ത് കോരാം. നെയ്യപ്പം ഉണ്ടാക്കുന്ന ചട്ടി കുറച്ച് ചുവടുകട്ടിയുള്ള പാത്രത്തിൽ വേണം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നെയ്യപ്പം ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ഓയിലും ഒഴിച്ചു കൊടുക്കണം. നെയ്യപ്പം എണ്ണയുടെ അടിയിലൊന്ന് താന്ന് കിടന്നതിന് ശേഷമാണ് മുകളിലേക്ക് പൊന്തി വരുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നെയ്യൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് നെയ്യപ്പം ഫുള്ളായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും മാവും കൊണ്ട് ഒരു 10 നെയ്യപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.